എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഓണ പെൻഷൻ വിതരണം പൂർത്തിയായി. സെപ്റ്റംബർ 1 മുതൽ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി പുതിയ നടപടികൾ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വാർഷിക മസ്റ്ററിംഗ് നടപടി പുരോഗമിക്കുമ്പോൾ മസ്റ്ററിംഗിന്റെ 2ാം ഘട്ടം സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എന്തെങ്കിലും കാരണവശാൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്ത് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ആവശ്യപ്പെടുന്നവർക്കെല്ലാം വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയില്ല. കൃത്യമായ അവകാശികൾക്ക്, അതായത് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക്, പുറത്തിറങ്ങാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക്, അതുപോലെ ആക്സിഡന്റിലോ മറ്റോ നിലവിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉള്ള പെൻഷൻ ഗുണഭോക്താക്കൾ, ഇവർക്ക് മാത്രമായിരിക്കും വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇത്തവണ ലഭിക്കുക. കഴിഞ്ഞ തവണയൊക്കെ ആവശ്യപ്പെടുന്നവർക്കെല്ലാം മസ്റ്ററിംഗ് നടത്തിയിരുന്നു. അക്ഷയ ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയും അവർ സർക്കാരിനോട് പരാതി പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ സമർപ്പിക്കാത്തവർക്ക് കഴിഞ്ഞ തവണ പെൻഷൻ മുടങ്ങിയിരുന്നു. അതിനുശേഷം വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയവർക്ക് വീണ്ടും പെൻഷൻ ലഭിച്ചു തുടങ്ങി എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് കൂടി ഇതോടൊപ്പം പങ്കുവെക്കുന്നു. ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് ആർക്കെങ്കിലും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും വേഗത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് അഥവാ പരാജയപ്പെടുകയാണ് എങ്കിൽ ജീവൻ പ്രമാണം സമർപ്പിക്കേണ്ടതുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമ ബോർഡുകളിലാണ്. ഓണത്തിന് പെൻഷൻ വിതരണം ചെയ്തപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച പെൻഷൻ പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല. പ്രവാസി പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇവയൊന്നും അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നില്ല. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധി ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം നേരിട്ടത്. എന്തായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷം പ്രവാസി പെൻഷനും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് വിവരം. പ്രവാസി പെൻഷൻ ആദ്യഘട്ടത്തിൽ 1 മാസത്തേത് മാത്രമാണുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എത്ര മാസത്തേതാണ് എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും 1 മാസത്തെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും ഉടനെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ ഇപ്പോൾ വിതരണം ചെയ്ത സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ 300, 200, 500 ഒക്കെ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിന്റെ തുക വിതരണം നാളെ മുതൽ ആരംഭിക്കാനാണ് സാധ്യത. തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധികൾ കാരണം അക്കൗണ്ടുകളിലേക്ക് ഈ തുകയും എത്തിയിരുന്നില്ല. ഇനി ആ ഒരു തുക വിതരണം കഴിഞ്ഞാൽ ഈ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ശേഷം സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ആ ഒരു പെൻഷൻ വിതരണം സെപ്റ്റംബർ 24-ാം തീയതിയാണ് ഉണ്ടാകുക. 24, 25 തീയതികളിലായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. ഒക്ടോബർ മാസത്തിൽ വീടുകളിലേക്ക് പെൻഷൻ വിതരണം ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് വിവരം. അതിനു മുമ്പ് നടപടികൾ ആരംഭിച്ച് എല്ലാവരും ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇനിയും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ, അതായത് വീടുകളിലേക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ എടുത്തു വെക്കാൻ മറക്കരുത്. സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്, തിരക്കൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം സംസ്ഥാനത്ത് 26 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത്രയും അക്കൗണ്ട് എടുക്കേണ്ടി വരുമ്പോൾ വലിയ ഒരു താമസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കൊണ്ട് നേരത്തെ പോയിട്ട് എടുക്കുകയാണ് എങ്കിൽ തിരക്കില്ലാതെ എടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.